പരാതി നൽകിയ നടിക്കെതിരെ മുകേഷ് MLA രംഗത്ത് വന്നിരിക്കുന്നു. നടിയും സംഘവും ബ്ലാക്ക്മെയിൽ ചെയ്തു. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ് എന്നും നിലവിലെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുകേഷും പ്രതികരിക്കുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, നേരത്തെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്, പിന്നീട് ഇവർ പണം ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മുകേഷ് വിശദമാക്കുന്നത്. ശക്തമായി നിയമ പോരാട്ടത്തിലേക്ക് പോവുക എന്നത് തന്നെയാണോ ആരോപണ വിധേയരുടെയും ഇപ്പോഴത്തെ നടപടി? ദിവിഷ, തീർച്ചയായും നിയമ നടപടിയിലേക്ക് പോവുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മുകേഷ് MLA എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് സിനിമയിൽ അവസരം തേടുക എന്ന നിലയ്ക്ക് ഈ പറയുന്ന വ്യക്തി 2009 തന്നെ സമീപിച്ചിരുന്നു, സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പതിവ് പോലെ ശ്രമിക്കാമെന്നുള്ള മറുപടി നൽകി. അതിനുശേഷം തന്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ച് നിരന്തരം സന്ദേശം അയച്ചു. അപ്പോഴൊന്നും തന്റെ പെരുമാറ്റത്തിൽ പോരായ്മയുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഏറെക്കാലം യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 2022 ഇവർ വീണ്ടും സമീപിച്ചു. സാമ്പത്തികമായി സഹായിക്കണം എന്നതായിരുന്നു ആവശ്യം. നിസ്സഹായത അറിയിച്ചപ്പോൾ 1 ലക്ഷമെങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു. പണം നൽകാൻ തയ്യാറായില്ല. പണം നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരോട് ഇടപെടാൻ ആവശ്യപ്പെട്ടതായി അവർ പറഞ്ഞു. പിന്നീട് ഇവരുടെ ഭർത്താവ് എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ കൂടി തന്നെ വിളിച്ച് പണം ചോദിച്ചു. നടിയും സംഘവും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ മുകേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്തു. അവസരം കിട്ടിയപ്പോഴാണ് തനിക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. തെളിവുകൾ അടക്കം തന്റെ കൈവശം ഉണ്ട്, അത് വെച്ചാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മുകേഷിന്റെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റ് അജണ്ടകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും മുകേഷ് ഉൾപ്പെട്ട ഈ ലൈംഗിക ആരോപണ പരാതിയാണ്. ആ പരാതിയിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിനെതിരെ ഉയർന്നത്. അതിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സർക്കാർ ഇപ്പോൾ 4 വനിതാ IPS ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു സംഘത്തെ ഇതിനായി നിയോഗിച്ചിരിക്കുന്നു. അതിതീവ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. കുറ്റക്കാരനല്ല എങ്കിൽ തീർച്ചയായും മുകേഷിനെ തിരിച്ച് അദ്ദേഹത്തിന്റെ ശരി, എന്തായാലും ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഈ മിനു മുനീർ എന്ന സ്ത്രീ എപ്പോഴാണ് താനുമായി ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടത്, പിന്നീട് അവരുടെ ഭർത്താവ് എന്ന നിലയിൽ തന്നെ ഒരാൾ പറയുന്നു പണം ആവശ്യപ്പെടുന്നു, അതൊക്കെ നിഷേധിക്കുകയായിരുന്നു, പണം നൽകാൻ തയ്യാറല്ല എന്നറിയിച്ചു. അതിന് പിന്നാലെയുള്ള സംഭവങ്ങളാണ് ഈ ആരോപണങ്ങളെന്നാണ് മുകേഷിന്റെ നിലപാട്. എന്തായാലും പോലീസും നിയമവുമാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനിക്കേണ്ടത്. അന്വേഷണം നടക്കുകയാണ്. സത്യം എന്താണ് എന്ന് പുറത്തറിയട്ടെ.